വടപുറം പഴയപാലം മാലിന്യമുക്തമാക്കി കാഴ്ചക്കാർക്ക് സൌകര്യമൊരുക്കുന്നു. നിലമ്പൂർ നഗരസഭയും മമ്പാട് ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് പദ്ധതിയൊരുക്കുന്നത്. KNG റോഡിൽ വടപുറം പുതിയ പാലത്തിന് സമീപം കാടുമൂടിക്കിടക്കുന്ന പഴയപാലം മാലിന്യമുക്തമാക്കി കാഴ്ചയൊരുക്കാനാണ് പദ്ധതി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പാലവും പരിസരവും മമ്പാട് ഗ്രാമപഞ്ചായത്ത് കാടുവെട്ടി തെളിയിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ സഹകരണത്തോടെ ഇവിടെ കാഴ്ചക്കാർക്ക് സൌകര്യമൊരുക്കാനാണ് നിലമ്പൂർ നഗരസഭയും മമ്പാട് ഗ്രാമപഞ്ചായത്തും ശ്രമിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിലയിരുത്താൻ നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം, മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ PM ബഷീർ, മമ്പാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MT അഹമ്മദ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. പൊതുമരാമത്ത് എയുമായി ചർച്ച നടത്തി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീമും മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസനും പറഞ്ഞു. ഇന്ന് നമ്മുടെ ഈ വടവറ പാലവുമായി ബന്ധപ്പെട്ട് ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കുറെ കാലങ്ങളായിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഈ മാലിന്യങ്ങൾ തള്ളുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചതനുസരിച്ച് ഞങ്ങൾ സംസാരിക്കുകയും ഇന്നലെ ഈ ഭാഗമൊക്കെ മമ്പാട് പഞ്ചായത്ത് അവരുടെ മേൽക്കൈകളോടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. നാളെ റോഡ്സ് എയിനെ കാണാനും അവരോട് ഈ കാര്യം സംസാരിക്കാനും ഈ ഭാഗങ്ങൾ, അതായത് നമ്മുടെ ഈ വടവറം പാലം ഫുള്ളായിട്ട് വൃത്തിയാക്കി നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഒന്ന് ഇരുന്ന് നമ്മൾ എല്ലാവർക്കും ഇരുന്ന് ആസ്വദിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ഓപ്പൺ ജിമ്മൊക്കെ അടക്കമുള്ള ഒരു സംഗതി സെറ്റ് ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഓറലായിട്ട് സംസാരിച്ചത്. അപ്പോൾ അതിന് നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് നമുക്കറിയാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ, നമുക്കറിവിടെ എത്ര ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് നിലമ്പൂരിൽ ഈ ഭാഗത്തൊരു ദിവസം വന്നു പോകുന്നത്. നമ്മുടെ ഈ കനോലി പ്ലോട്ടും മറ്റുമൊക്കെ നിലമ്പൂരിൻ്റെ കവാടം കൂടിയാണ്. നിലമ്പൂരിൻ്റെ ഒരു കവാടം കൂടിയാണ്. അവിടെ അങ്ങനെ വൃത്തിഹീനമായി കിടക്കുന്നത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള കാര്യം. പക്ഷേ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം PWD ആയതുകൊണ്ട് നമുക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് നാളെ അവരുമായി ഒരു മീറ്റിംഗ് നടത്താനും നാളെ PWD എയിനും വെച്ച് ആദ്യം സംസാരിച്ചിട്ട് പ്രസിഡന്റിൻ്റെ സമയം കൂടി നോക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം അവരോട് കണ്ട് ഈ വിവരങ്ങളൊന്ന് ബോധിപ്പിക്കാൻ അവരുടെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലാണ് റിപ്ലൈ മറുപടി വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു തീരുമാനം എടുത്തു പോകാനാണ് മമ്പാട് പഞ്ചായത്തിലുള്ള പ്രസിഡന്റും അതുപോലെ തന്നെ മെമ്പർമാരും മുനിസിപ്പാലിറ്റിയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഞങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് അതുപോലെ തന്നെ വടവറം ഭാഗത്ത് നമ്മുടെ ഈ വാർത്തകളിലെ തെളിമടക്കമുള്ള പൊതുപ്രവർത്തകരെല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ തന്നെ 5 or 6 ഹരിതകർമ്മ സേന ഉള്ളത് 77 അംഗങ്ങളാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഈ നാട്ടുകാരുടെ പിന്തുണയും സഹായവും കൊണ്ട് മാത്രമാണ് മമ്പാട് പഞ്ചായത്തിനായാലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കായാലും ഒക്കെ തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനം സജീവമാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാവരുടെയും, നല്ലവരായ നാട്ടുകാരുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിൻ്റെയും ഒക്കെ അനിവാര്യ ചുമതലയിരിക്കുകയാണ്. അതിൻ്റെ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ വടപുറം പാലം ഇങ്ങനെ വൃത്തിഹീനമായും അതുപോലെ പൊതുവായി മാലിന്യം തള്ളുന്നൊരു പ്രദേശമായി നിലനിൽക്കുന്നത്. ഇവിടെ നാട്ടുകാർ തന്നെ ഇത് കണ്ടെത്തുകയും ഇവിടെ ഒന്ന് വൃത്തിയാക്കി ആളുകൾക്ക് വരാനും പോകാനും പറ്റുന്ന രൂപത്തിലേക്ക് ഈ സ്ഥലത്തെ മാറ്റിയെടുക്കണം എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാരുടെ ആഗ്രഹമാണ്. അങ്ങനെയാണ് മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റുമായും മുനിസിപ്പൽ ചെയർമാനുമായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായൊക്കെ ഇവർ ബന്ധപ്പെടുന്നത്, സംസാരിക്കുന്നത്. എന്തു തന്നെയായാലും PWDയുടെ ഒരു അനുമതി ഉണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു വിനോദ കേന്ദ്രമാക്കാനും ഒരു മാലിന്യമുക്ത പ്രദേശമാക്കാനും സാധിക്കും. അതിനുള്ള എല്ലാ നടപടികളും മുന്നോട്ട് പോകാനാണ് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും തീരുമാനിച്ചത്. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ.